ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വീക്ക്ലി പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോയുമായിട്ടാണ്. സിമ്പിൾ വീക്ക്ലി പ്ലാനിങ്. നമ്മുടെ ഡെയിലി ലൈഫിൽ പ്ലാനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നാം കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. എന്ത് കാര്യം ചെയ്താലും വ്യക്തമായ പ്ലാനിങ് ആവശ്യമാണ്. എപ്പോൾ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരാണേലും വീട്ടിലിരിക്കുന്നവരായാലും പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ ടെൻഷൻ ഫ്രീ ആയി നമുക്കിരിക്കാം. ഈസി മെത്തേഡ് ഓഫ് പ്ലാനിങ് ആണ് ഞാൻ പറയുന്നത്. ഒരു ബുക്കും പെന്നും എടുത്ത ശേഷം 7 ഡേയ്സിലേക്കുള്ള പ്ലാനിങ് നടത്താം. അതിലേക്ക് സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള 7 കോളംസ് നമുക്ക് വരയ്ക്കാവുന്നതാണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ 7 കോളങ്ങൾ വരയ്ക്കാം. വീട്ടമ്മമാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം അതിൽ ഉൾപ്പെടുത്താം. പുറത്ത് ജോലിക്ക് പോകുന്നവർക്കും അവരുടേതായ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ ഉൾപ്പെടുത്തേണ്ടത്. അതിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സൺഡേ. അപ്പോൾ സൺഡേ എടുത്താൽ, സൺഡേ പൊതുവെ ഹോളിഡേയ്സ് ആണല്ലോ നമുക്ക്. അതിൽ റെസ്റ്റ് ഇൻ ടൈമായി നമുക്ക് സൺഡേ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡേയ്സിലും വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ദിവസത്തെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ളൊരു ദിവസമാക്കി മാറ്റാം. തലേന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാക്കും. ഇപ്പം നമുക്കുള്ള കുക്കിങ്ങിനോ ക്ലീനിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തൊക്കെയായാലും അതെല്ലാം തലേന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് ഇരുന്നാൽ നമുക്ക് ഈ സൺഡേ ഫ്രീ ടൈമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മൺഡേ ഞാൻ കിച്ചൺ ക്ലീനിങ്, കുക്കിങ്, ഫ്രിഡ്ജ് ഓർഗനൈസേഷന്, വെജിറ്റബിൾ കട്ടിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ആ ഒരു ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. നെക്സ്റ്റ് വരുന്നത് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ വാഷിങ്, ഡ്രസ് ക്ലീനിങ്, ഡ്രസ് ഫോൾഡിങ്, വാർഡ്രോബ് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു വയ്ക്കാം. നെക്സ്റ്റ് വെനസ്ഡേ ഞാൻ ഉപയോഗിക്കുന്നത് ജേണൽ എഴുതാനായിട്ടാണ്. നമ്മൾ എൻഗേജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പ്ലാൻ തയ്യാറാക്കി വയ്ക്കാം. നമ്മുടെ വർക്കിംഗ് പ്ലാൻസും എല്ലാം റെഡിയാക്കി വയ്ക്കാവുന്നതാണ്. അടുത്ത തേഴ്സ്ഡേ ഞാൻ ഉപയോഗിക്കുന്നത് ചിൽഡ്രൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരോടൊപ്പം കളിക്കാനും അവർക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ തേഴ്സ്ഡേ ആണ് ചെയ്ത് വെക്കാറുള്ളത്. പിന്നെ വരുന്നത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഞാൻ പ്രയറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം നിങ്ങൾക്ക് പ്രയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്ലാനിങ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ നമ്മുടെ പ്രയറിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ നമുക്ക് മാറ്റി വയ്ക്കാവുന്ന, പ്രയറിന് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രൈഡേ തന്നെ നിങ്ങൾക്ക് എടുക്കണം എന്നില്ല. ഏത് ദിവസമാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നാം ഒരു ദിവസം പ്രയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വഴി ലൈഫിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. മനസ്സറിഞ്ഞ് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഡെയിലി എഴുതാൻ ശ്രദ്ധിക്കുക. ടു ഡു ലിസ്റ്റ് ഡെയിലി എഴുതാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. കൃത്യമായി പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ഒരു ദിവസം ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതായി അനുഭവപ്പെടുന്നു. ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും ആവശ്യം നമ്മളെ തന്നെ മാറ്റുക എന്നുള്ളതാണ്. ഒരു തോട്ടുണ്ട്, ജീനസ് ഈസ് 1% ഇൻസ്പിറേഷൻ, 99% ഫ്രസ്ട്രേഷൻ എന്നാണ്. 24 hours നാം വ്യക്തമായി പ്ലാൻ ചെയ്യും. എങ്ങനെ ഒരു ദിവസം 24 മണിക്കൂറിനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്ലാനിങ് പ്രോസസ്സിലെ വളരെ ശ്രദ്ധേയമായ ഭാഗം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി ക്ലിയറായും നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കുക. ഓരോ ദിവസവും ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ആഴ്ച ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ മന്ത്ലി പ്ലാൻ ചെയ്യാം, ഇയർലി പ്ലാൻ ചെയ്യാം. അതൊരു ബുക്കിൽ തന്നെ നമ്മൾ കുറിച്ച് വയ്ക്കുകയും വേണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പ്ലാനിങ് സക്സസ് ആയി മാറുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ്
നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.